നിങ്ങൾക്ക് ഒന്നും പറ്റല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്ത് പിന്നെ പറ്റുന്നുള്ളത്? മംഗളത്തിനോട് പോയിട്ട് കൈയും പാട്ട് പാടിയാൽ മതിയാ? നിങ്ങൾ ആരോട് പറയുന്നുള്ളത്? എന്ത് സംസാരിക്കുന്നുള്ളത്? തരിമൂക്കില്ലാത്ത MP ഒന്ന് രാജ്യത്ത് ഇപ്പോ വായിലതിലെ പറയിക്കുന്നു നാറ്റം പിടിച്ചത്. നമുക്കറിയാത്തത് തന്നെ എന്നിട്ട് നിങ്ങൾ പിന്നെ MP ആയിട്ട് വന്നിരുന്നത് നാണവും മാണോ ഇല്ലാത്തത്. വളരെ മോശം അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട പിന്നെ സംഭവമാണ് നിങ്ങൾ ചെയ്തത്. ഇയാൾ എന്ത് തേങ്ങാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. MP എന്ത് വിചാരിച്ചേ? കാസർഗോഡ് അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ പൊട്ടന്മാരെന്നാണ്. അടിയന്തരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയുമായി വന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി കുമ്പള ആരിക്കാടിയിൽ വെച്ച് നടന്ന നാഷണൽ ഹൈവേ അതോറിറ്റി നിർമ്മിക്കുന്ന ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു ബഹുജന പ്രക്ഷോഭമാണ് നടന്നു വന്നത്. പിന്നെ BJP ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതുപോലെ തന്നെ സാമൂഹിക സംഘടനകള്, രാഷ്ട്രീയ പാർട്ടികള്, സാമൂഹികപരമായി പ്രവർത്തിക്കുന്ന എല്ലാ ബഹുജന സംഘടനകളൊക്കെ പിന്നെ ഒരു അണിനിരന്ന വലിയൊരു സമരത്തില് ഈ വിഷയത്തിലൊക്കെ ഇടപെടേണ്ട, ഒന്നാമതായി ഇടപെടേണ്ട കാസർഗോട്ടെ MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ പിന്നെ അഭാവം വലിയൊരു പിന്നെ ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിലൊക്കെ ഒന്നാമതായി ഇടപെടേണ്ട MP-ക്ക് ഈ വിഷയത്തിലൊക്കെ ഒരു റോളും ഇല്ലേ? അയാള് പിന്നെ 5-8 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് കൊടുത്ത ഒരു നിവേദനമല്ലാണ്ട്, അല്ലെങ്കിൽ 5-6 മാസം മുമ്പ് കൊടുത്ത ഒരു നിവേദനമല്ലാണ്ട് ഈ വിഷയത്തിൽ ഈ ടോൾ ഗേറ്റ് തടയാൻ വേണ്ടി MP എന്താണ് പിന്നെ കാസർഗോട്ടെ അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെയും കുമ്പളയിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റും. കാരണം ഞങ്ങളൊക്കെ MP-യെ വിജയിപ്പിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് പിന്നെ ബൂത്തിലൊക്കെ ഇരുന്ന് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. എന്നെ പോലത്തെ പല ആളുകളും അല്ലെങ്കിൽ ബഹുഭൂരിഷ ആളുകളും കഷ്ടപ്പെട്ട് തന്നെയാണ് MP-നെ വിജയിപ്പിച്ചത്. ഇങ്ങനെ വിജയിപ്പിച്ച MP MLA-യുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാതെ, ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം കാണിക്കാതെ, പിന്നെ ഇങ്ങനെ കാസർഗോഡ് ഉണ്ടായിട്ട് പോലും ഈ സമര പന്തൽ സന്ദർശിക്കാത്ത ഒരു MP-യെ പിന്നെ എന്തിനു വേണം ഞങ്ങൾക്ക്? MP-ക്ക് പിന്നെ ഒരു വ്യക്തി ഫോൺ ചെയ്യുകയുണ്ടായി. ആ സമയത്ത് MP പറയും, നിങ്ങൾ പിന്നെ ഹൈക്കോടതി പോയില്ലേ, ഹൈക്കോടതിയിൽ പോയി പിന്നെ വിധി സമ്പാദിച്ചില്ലേ എന്ന്. ഇയാൾ എന്ത് തേങ്ങാണ് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഹൈക്കോടതി എന്ത് വിധി സമ്പാദിച്ചു എന്നാണ് MP പറയുന്നുള്ളത്? MP എന്ത് വിചാരിച്ചേ? കാസർഗോഡ് അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ പൊട്ടന്മാരെന്നാണ്. അങ്ങനെ ഒരു വിധി ഉണ്ടോ? MP-ന് ശ്രദ്ധയിലേക്ക് വേണ്ടി ഒരു കാര്യം കൂടി പറയാം. എത്രയോ സുപ്രീം കോടതി കേസുകൾ, സുപ്രീം കോടതിയുടെ വിധികൾ വന്നിട്ട് ആ വിധിയൊക്കെ നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. MP-ക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ കേസൊക്കെ പിന്നെ ബഹുജന ആളുകളുടെ പിന്നെ പ്രതിഷേധം കൊണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളുടെ പ്രതിഷേധം കൊണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം കൊണ്ട് പിന്നെ ഗവൺമെന്റിന് പിന്മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എത്രയോ കേസുകൾ നമ്മളെ പിന്നെ അറിവിൽ തന്നെയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു വിധിയൊന്നും വരാത്ത, അല്ലെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരു വിഷയത്തില് ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താതെ MP പിന്നെ എന്തിന് വേണം നമുക്ക് കാസർഗോഡാർക്ക്? ഇങ്ങനെ സമരം നടക്കുമ്പോൾ പോലീസ് കേസാവും, പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, പിന്നെ കേസൊക്കെ ഉണ്ടാവും, അതൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ കേസാവുമ്പോഴും ഈ പ്രവർത്തകർക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളാണ് നിങ്ങൾ, അല്ലാണ്ട് പോയി ഒടിക്കേണ്ട ആളുകളല്ല. നിങ്ങൾ എന്തിനിങ്ങനെ വേണ്ടി ഒളിച്ചു നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നുള്ളത്. നിങ്ങൾക്ക് എത്ര ലക്ഷങ്ങളാണ്, എത്ര കോഴകളാണ് കിട്ടിയെന്നാണ് പിന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യം പിന്നെ അസന്നിഗ്ധമായിട്ട് നമ്മൾ പറയുന്നത്, ഇത് എന്റെ മാത്രം വിഷയം നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട. എന്നെ പോലത്തെ ആയിരക്കണക്കിന് പിന്നെ രാപ്പകലില്ലാതെ നിങ്ങളെ വിജയത്തിന് വേണ്ടി പിന്നെ അധ്വാനിച്ച ആൾക്കാരുടെ വികാരമാണ് ഞാൻ പറയുന്നുള്ളത്. വരുന്ന ലോക്സഭാ ഇലക്ഷൻ ഏതായാലും ഒരു 4 വർഷത്തിനപ്പുറം വീണ്ടും ലോക്സഭാ ഇലക്ഷൻ വരും. നിങ്ങൾ വീണ്ടും പിന്നെ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി നിങ്ങൾ വരും. കാരണം നിങ്ങളെ അവസ്ഥ നമുക്കറിയാം. കാരണം മരിക്കോടത്തോളം പിന്നെ MP ആണോന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് നായനെ എല്ലാം എന്ന് പറഞ്ഞിട്ട് എന്നും പറയുന്ന മനുഷ്യനാണ് നിങ്ങൾ. എന്നിട്ട് പോലും നിങ്ങൾ എന്ത് ചെയ്യും? വരും. ആ സമയത്ത് നിങ്ങളെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യത്തോടെ ഞങ്ങൾ അലർട്ടായിട്ട് തന്നെ 4 വർഷം ഞങ്ങൾ ഇരിക്കുക തന്നെ ചെയ്യും. ഇത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ട് MLA-ക്ക് എന്ത് ചെയ്യാം? MLA-യുടെ പരമാവധി പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു സമരപ്പന്തൽ സന്ദർശിക്കാൻ പോലും തുനിയാത്ത നിങ്ങൾ എന്തിനു പിന്നെ MP നിൽക്കുന്ന? പ്ലീസ് ദയവ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് നിലയിൽ നിങ്ങൾ ഒന്ന് രാജിവെച്ചിട്ട് പോയാൽ, വീണ്ടും പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് പിന്നെ തെരഞ്ഞെടുപ്പിന് പിന്നെ നോക്കാലോ. ഇല്ലെങ്കിൽ നിങ്ങൾ വരുന്ന നിയമസഭയിലെ അവിടെ മത്സരിക്കും. അങ്ങനെ ഇവിടെ പാർലമെന്റിൽ വേക്കൻസി വരുമല്ലോ, ആ സമയത്ത് കാണിച്ചു തരാം എന്ത് ചെയ്യണോ, എങ്ങനെ എന്ത് സംഭവം എന്ന് വെച്ചിട്ട്. വളരെ മോശം അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട പിന്നെ സംഭവമാണ് നിങ്ങൾ ചെയ്തത്. കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്നു, ഇത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ആ ഒരു സമരപ്പന്തൽ സന്ദർശിക്കാൻ പറ്റാത്ത MP ഞങ്ങൾക്ക് വേണ്ട. ദയവ് ചെയ്ത് അയാളെ ഒന്നും എന്താക്കണം,
പിന്നെ തിരിച്ചു വിളിക്കണം. അല്ലെങ്കിൽ ഇത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെയൊക്കെ പിന്നെ ഇടപെടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നേതൃത്വം പറയണം. എല്ലാം തോന്നിയതുപോലെ ഇയാളെ വായിക്ക് നാവിന് എല്ലാം അറിഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന ഈ മനുഷ്യന് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് വന്നില്ല. നമുക്ക് അതിന്റെ പ്രതിഷേധം എങ്ങനെ പിന്നെ അതിനെ ഇതാക്കണമെന്ന് നിങ്ങൾ പറയുന്നുള്ളത്. ഇയാൾ പറഞ്ഞല്ലോ അവിടെ പിന്നെ വെടിവെപ്പ് ഉണ്ടാവും, അവിടെ ബാക്കിയുള്ള പ്രശ്നം എങ്കിൽ എന്റെ നെഞ്ചിലെ ആദ്യം വെടികൊണ്ടോ എന്ന് ശേഷമേ നിങ്ങൾക്ക് വെടികൊള്ളൂ എന്നൊക്കെ കുറെ ഡയലോഗ് കളിക്കാമല്ലോ. അവസാനം ഇത് ഒരു വെടിവെപ്പിലൊക്കെ കലാശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് വെടി കിട്ടുന്നതിന് മുമ്പ് ആദ്യത്തെ വെടി എംപിയുടെ നെഞ്ചത്തെ വരൂ, അല്ലാതെ എംപിയുടെ മുതുവത്ത് വെടി കൊള്ളുമെന്ന് നിങ്ങൾ ആരും ധരിക്കണ്ട. എന്തിനെന്താ വരാതെ? എന്താ ഒരു രാത്രി അടി കൊള്ളാൻ വരാതെ എം എൽ എ വിളിച്ച് അറസ്റ്റാക്കി പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്തിനു പിന്നെ എം പി എന്തിനെന്തിന് നമുക്കറിയാത്തത് തന്നെ എന്തിനു നിങ്ങൾ പിന്നെ എം പി എന്തിനത്? നാണോ മാണോ ഇല്ലാത്തത്. പ്രതിഷേധം ഉണ്ടാകുമ്പോ പിന്നെ പ്രൊട്ടക്ഷൻ ചോദിക്കുന്നതും പിന്നെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നതൊക്കെ അതെല്ലാം ശരി തന്നെ. എം പി അതെല്ലാം നമുക്ക് അറിയും. പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ചോദിക്കും. നമുക്ക് പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടെ പട്ടാളം വരുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവർ വരുന്നു എന്നിട്ട് പ്രതിഷേധിക്കാതെ എണീറ്റ് ഓടലെന്നല്ല. എത്ര പിന്നെ ചരിത്രങ്ങളുണ്ട് നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഉണ്ടായിട്ട്. നമുക്ക് ഡൽഹിയിലെ തെരുവിൽ കണ്ടിട്ടില്ല നമ്മള് പിന്നെ കർഷകരൊക്കെ സമരം ചെയ്തത്, അവരെ പട്ടാളം ഇതും കൊണ്ട് ഓടിപ്പോയോ? ഇയാൾ എന്ത് വർത്തമാനം പറയുന്നത്? ഇങ്ങനത്തെ എല്ലാം വർത്തമാനം ഒരു എം പി പറയേണ്ടത്. ഒരാൾക്കാർ വിളിച്ചാൽ അവരോടൊരു അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ വിളിച്ചിട്ടാകുമ്പോൾ അവരോടൊരു സമാധാന വാക്കെങ്കിലും പറയണ്ടേ? ഓക്കെ നമുക്ക് നോക്കാം, നമുക്ക് പരിഹരിക്കാം, നമുക്ക് വേണ്ടത് ചെയ്യാമെന്നെല്ലാം പറയണ്ടേ? അതുപോലും പറയാം ദാസ്യത്തോടെ സംസാരിക്കുന്ന എം പി നിങ്ങൾ എന്തിനു പിന്നെ ജനപ്രതിയായിട്ട് നിന്നിട്ടുള്ളത്? ഇത്ര വലിയൊരു ഇഷ്യൂ ഉണ്ടാഞ്ഞിട്ട് നിങ്ങൾ പങ്കെടുത്തില്ല. അല്ലെങ്കിൽ എന്ത്? കാസർകോട്ടെ മുഴുവൻ ജനപ്രതിനിധികളും വന്നില്ലേ? മുഴുവനും പിന്നെ എം എൽ എമാരും വന്നില്ലേ? എല്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും ബാക്കിയുള്ള ആളുകളൊക്കെ വന്നില്ലേ? നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളല്ലേ ഒന്നാമതായിട്ട് ഇടപെടേണ്ടത്? നിങ്ങളല്ലേ? ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ? കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ? നിങ്ങളല്ലേ ആദ്യം ഇടപെടേണ്ടത്? എന്നിട്ട് നിങ്ങൾ പോയി എവിടെയാണ് വിളിച്ചത്? നിങ്ങൾക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? നിങ്ങൾ ആരോട് പറയുന്നുള്ളത്? എന്ത് സംസാരിക്കുന്നുള്ളത്? തരിമൂക്കില്ലാത്ത എം പി ഒന്ന് രാജ്യത്ത് ഇപ്പോ വായിലെന്നുള്ള പറയുന്ന നാറ്റം പിടിച്ചത്. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തല്ലോ എന്നുള്ള ഒരു 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 എന്ത് പറയുക ഒരു വിഷമം മാത്രം നമ്മളെ മനസ്സിലുള്ളത്. ഇടപെടാൻ പറ്റാത്തത്. ഞാനൊക്കെ ദിവസം 4-5 പ്രാവശ്യമാണ് കുമ്പളയിൽ പോകുന്നുള്ളത്. 4-5 പ്രാവശ്യം ആകുമ്പോ പിന്നെ 85 രൂപ അല്ലെ 130 രൂപ കൊടുത്ത് ടോള് കൊടുത്തിട്ട് ഞാൻ കുമ്പളയിൽ പോകണമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ സഹിക്കേണ്ടത്? അതും ഞാനടക്കമുള്ള ആളുകൾ സർവീസ് റോഡ് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളത്. ആ ടോള് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ മറ്റേ ടോള് കൊടുക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ഹൈവേയിൽ കയറണം. ഇല്ല ഞങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് അതിനിടപെടി. നിങ്ങൾക്ക് ഒന്നും പറ്റല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്ത് പിന്നെ പറ്റുന്നുള്ളത്? മംഗളത്തിനോട് പോയിട്ട് കൈയും പാട്ട് പാടിയാൽ മതിയാ? ഒരു തരത്തിലും 1% പോലും നിങ്ങൾക്ക് വേണ്ടി എത്ര എന്റെ ഫേസ്ബുക്ക് വാളിൽ കണ്ടാൽ അറിയാം. പിന്നെ നിങ്ങൾക്ക് വേണ്ടി എത്ര പോസ്റ്റ് ഇട്ടിന്, നിങ്ങൾക്ക് വേണ്ടി എത്ര പിന്നെ ആൾക്കാരോട് പിന്നെ തർക്കിച്ചിട്ട് നിങ്ങളെ ഒന്ന് പിന്നെ ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബാക്കിയുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ പിന്നെ അവർക്കെതിരായിട്ട് എത്ര സംസാരിക്കേണ്ടി വന്നു, എത്ര തർക്കിക്കേണ്ടി വന്നു, എത്ര ആളോട് പിന്നെ കൽമണ്ടി വന്നിന്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അവസാനം നിങ്ങൾ ഇങ്ങനെ നമുക്കൊരു പണി തന്നല്ലോ ഒരു തരത്തിലും പിന്നെ ഇടപെടാൻ പറ്റാത്തത് നാറ്റം. ദയവ് ചെയ്ത് പിന്നെ ഇനി മഞ്ചേശ്വരം ഭാഗത്തേക്ക് ഇങ്ങനെ വരണ്ടാന്ന് വന്നാൽ മുട്ട വലിച്ചെറിയും.